ഇന്ന് റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡ്രൂ മെക്കിൻടയറിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഡ്രൂ പറഞ്ഞത് കഴിഞ്ഞ റോ എപ്പിസോഡിൽ സെത്തിന്റെ കൂടെ നടന്ന മാച്ചിനെ പറ്റിയും ആ മാച്ചിൽ തോറ്റുപോയ കാര്യത്തെ പറ്റിയും പിന്നീട് ഡാമിൻ പ്രീസ്റ്റിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു മണ്ടൻ വന്ന് മാച്ചിന്റെ അവസാനം മണി ഇന്ത്യ ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തു, അവനും ജയിക്കാൻ പറ്റിയില്ല, എനിക്കും ജയിക്കാൻ പറ്റിയില്ല, ഇവനെ പോലെ ഒരു മണ്ടൻ അല്ലെങ്കിൽ ഇവന്റെ പോലെ ഭയമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെയെല്ലാം ഡ്രൂ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് സെത്തിനെയാണോ ഇവൻ സപ്പോർട്ട് ചെയ്തത്, ഈ ഒരു ലെവലിലും ഡാമിൻ പ്രീസ്റ്റിനെ വെച്ച് ഡ്രൂ മെക്കിൻടയർ സംസാരിച്ചു. അവസാനം ആ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ CM പങ്കിന്റെ ചാൻഡ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഡ്രൂ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ CM പങ്ക് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഇവര് രണ്ടുപേരും മാറി മാറി കളിയാക്കി സംസാരിക്കും. അതായത് CM പങ്ക് WWE പോയ കാര്യത്തെ പറ്റിയും തിരിച്ചു വന്നതിന് ശേഷം ലോക്കർ റൂം ലീഡറായ കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് അതുപോലെ ഡ്രൂ മെക്കിൻടയറും WWE പോയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം കളിയാക്കിക്കൊണ്ട് സംസാരിച്ച് ഇവർ റോയൽ റംബിളിലാണ് എത്തിപ്പെട്ടത്. അതായത് റോയൽ റംബിൾ മാച്ച് CM പങ്ക് വിൻ ചെയ്ത് സെത്തിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേട്ടു എന്ന് ഡ്രൂ പറയും. എന്നാൽ അത് നടക്കാൻ പോകുന്നില്ല എന്നും. അപ്പോൾ തന്നെ CM പങ്ക് കൊടുത്ത മറുപടി, നീ വന്നാലും ശരി, കോടി വന്നാലും ശരി, എന്തിന് സെത്ത് വരെ വന്നാലും ഞാൻ ഇപ്രാവശ്യം റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത് റസൽമേനിയ മെയിൻ ഇവന്റ് ചെയ്യുമെന്നാണ് CM പങ്ക് പറഞ്ഞത്. അതിനുശേഷം ഈ സെഗ്മെന്റും അവസാനിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇതിനേക്കാൾ കൂടുതൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് നല്ലൊരു സെഗ്മെന്റ് ആയിരുന്നു. പിന്നീട് റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ടൊമാസ സിയംബ വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യനായ ഫിൻ ബാലർ, ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഡാമിൻ പ്രീസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിയംബയുടെ കൂടെ ജോണി ഗർഗരയും വന്നിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ പല സമയങ്ങളിലും ഡാമിൻ പ്രീസ്റ്റ് സിയംബയെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മാച്ചിൻ്റെ അവസാനവും ഇത്തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുമ്പോൾ സിയംബ ഡാമിൻ പ്രീസ്റ്റിനെയും റിങ്ങിന് പുറത്ത് വെച്ച് അറ്റാക്ക് ചെയ്യും. ശേഷം റിങ്ങിലേക്ക് കയറുമ്പോൾ ഫിൻ ബാലർ ആ ഒരു അവസരം ഉപയോഗിച്ച് വിൻ ചെയ്യാൻ നോക്കും. എന്നാൽ ജോണി ഗർഗനും ഫിൻ ബാലറിൻ്റെ കാര്യം പിടിച്ചുകൊണ്ട് സിയംബയെ പിൻ ചെയ്യാൻ വേണ്ടി സഹായിച്ച് ഈ മാച്ചിൽ സിയംബയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് വെച്ച് ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും നോക്കാം. അതിനുശേഷം ലുഡ്വിഗ് കൈസർ വേഴ്സസ് കോഫി, ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ രണ്ടുപേരും ജയിച്ചില്ല. ഡബിൾ കൗണ്ട് ഡൗൺ മൂലം ഈ ഒരു മാച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ ലുഡ്വിഗ് കൈസർ കോഫി കിസ്തനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. അതായത് കോഫി കിസ്തനെ ഇഞ്ചുറി ആക്കുന്നത് പോലെയാണ് ഈ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ മാച്ചിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നയ ജാക്സിന്റെ സെഗ്മെന്റ് നടന്നു. അതായത് ബെക്കി ലിഞ്ചിനെ തോൽപ്പിച്ചതുകൊണ്ട് നയ ജാക്സ് ഇപ്പൊ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചേക്കാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ സെഗ്മെന്റ് വെച്ചത്. പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനം നയ ജാക്സ് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത് റിയ റിപ്ലി അല്ലെങ്കിൽ USK ഇവരെ ചാലഞ്ച് ചെയ്യുന്ന കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വുമൻസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലി അവിടെ വന്നുകൊണ്ട്, നീ റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ എന്നെ ചാലഞ്ച് ചെയ്ത ശേഷം നയ ജാക്സും റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത് ഞാൻ നിന്നെ തന്നെ ചാലഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പിന്നീട് കോഡി റോഡ്സിന്റെ ബാക്ക് സ്റ്റേജ് ഇന്റർവ്യൂ കാണിക്കാൻ നോക്കി. അതേസമയം നാക്കമോറ വന്നുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ശേഷം വീണ്ടും ഒഫീഷ്യൽസ് എല്ലാം ഒന്ന് പിടിച്ചു മാറ്റി ഇവരുടെ മാച്ച് സാധാരണ മാച്ചിൽ നിന്നും ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ആയി കൺഫേം ചെയ്തു മെയിൻ ഇവന്റിൽ. പിന്നീട് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിലും ചെൽസി ഗ്രീൻ ആൻഡ് പേപ്പർ നിവിൻ ഇവരെ തോൽപ്പിച്ചുകൊണ്ട് കെയ്റ്റൻ കാർട്ടർ ആൻഡ് കറ്റാന ചാൻസ് ഇവർ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻസ് ആയത്. മാച്ചിന്റെ മറ്റൊരു വശം പറയുകയാണെങ്കിൽ ചെൽസി ഗ്രീനെ പേപ്പർ നിവിൻ ആള് മാറി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവരുടെ ടീമും ബ്രേക്കപ്പ് ആകുമോ എന്ന് നോക്കാം. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റഡ് ആ ടീമിന്റെ സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ ഇതിൽ R-Truthന്റെ ഒരു ഫണ്ണി വീഡിയോ കണ്ട് ഇവർ റിയാക്ട് ചെയ്യുന്നത് പോലെയും പിന്നീട് ഫിൻ ബാലർ DIY ടീമിനെ പറ്റിയെല്ലാം സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അതേസമയം ഡാമിൻ പ്രീസ്റ്റ് ഡ്രൂ മെക്കിൻടയറിന്റെ പിന്നാലെ പോകണമെന്നാണ് പറഞ്ഞത്. കാരണം ഫസ്റ്റ് സെഗ്മെന്റിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ റിയ റിപ്ലി പറയുന്നത് ഡ്രൂ നമ്മുടെ ശത്രു അല്ല എന്നാണ്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ നയ ജാക്സിനെ ചാലഞ്ച് ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ നയ ജാക്സുമായിട്ട് പ്രശ്നമുണ്ടാക്കണ്ടായിരുന്നു എന്ന് റിയ റിപ്ലിയോട് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ റിപ്ലി പറയുന്നത് അത് ഞാൻ നോക്കിക്കോളാം, ഇനിയിപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് JD മിസ്സുമായിട്ടുള്ള മാച്ചാണ് എന്നൊക്കെ. അതോടുകൂടി ഈ ഒരു സെഗ്മെന്റും അവസാനിച്ചു. പിന്നീട് മിസ് JD മെക്ഡാനിക് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. മാച്ച് കാണാൻ എപ്പോഴത്തെയും പോലെ ഡൊമിനിക് മിസ്റ്റീരിയോയും മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ R-Truthും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ചിലും അല്പം ഫണ്ണി ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്താണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഡൊമിനിക് എപ്പോഴത്തെയും പോലെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടെല്ലാം ഈ മാച്ചിൽ കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ മിസ് തന്നെയാണ് JDS കൾക്രാഷൻ ഫിനാലെ എല്ലാം ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ചിൽ വിൻ ചെയ്തത്. പിന്നീട് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ സെത്ത് റോളൻസിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് മെയിനായിട്ടും എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ സെത്ത് റോളൻസ് ചാമ്പ്യൻഷിപ്പുമായി മുന്നോട്ട് പോയി
സെത്തിന്റെ റോയൽ റംബിൾ പ്ലാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്പോണന്റ് ആരായിരിക്കും, ഈ ഒരു ലെവലിലൊക്കെയാണ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയത്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ 3-4 ദിവസം മുൻപ് ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ജിന്ദർ മഹാലാണ് വന്നതിന് ശേഷം സെത്തുമായി സംസാരിച്ച് അവസാനത്തിൽ ഇവർക്ക് തമ്മിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തു. അപ്പോൾ ഈ മാച്ച് റോയൽ റംബിളിൽ കൺഫേം ചെയ്യുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നെക്സ്റ്റ് റോ എപ്പിസോഡിലാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ആ മാച്ച് അവിടെ നിന്നും നീണ്ട് റോയൽ റംബിൾ വരേക്കും പോകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മൾക്ക് കിട്ടിയ ന്യൂസിൽ ജിന്ദർ മഹലാണ് ഓപ്പോണന്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാനും നിങ്ങളോട് വീഡിയോ ചെയ്ത് പറഞ്ഞത്. നോക്കാം ഈ മാച്ച് റോയൽ റംബിൾ വരെ പോകുമോ എന്ന്. പിന്നീട് ഐവാർ വേഴ്സസ് ഓട്ടീസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഓട്ടീസ് വോൾ സ്ട്രോങ് സ്ലാം എല്ലാം ഐവാറിനെ ചെയ്തുവെങ്കിലും തോൽപ്പിക്കാൻ സാധിച്ചില്ല. മാച്ചിന്റെ അവസാനത്തിൽ ഐവാർ മൂൺസോൾട്ട് ഫിനിഷർ ചെയ്തുകൊണ്ട് ഓട്ടീസിനെ തോൽപ്പിച്ച് ഈ മാച്ചിൽ ഐവാറാണ് വിൻ ചെയ്തത്. പിന്നീട് അക്കിറോ ടൊസാവനെയും അറ്റാക്ക് ചെയ്ത് വീണ്ടും ഇവരുടെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ കാണിച്ചു. പിന്നീട് ജെയുസോനെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ ചോദിച്ചത് ജെയുസോയുടെ നെക്സ്റ്റ് പ്ലാൻ എന്തായിരിക്കുമെന്നാണ്. അപ്പോൾ ജെയുസോ പറഞ്ഞത് ഒരു സിംഗിൾസ് ചാമ്പ്യൻഷിപ്പിനുള്ള മാച്ചിന് താല്പര്യമുണ്ട് എന്നാണ്. അതായത് IC ചാമ്പ്യൻഷിപ്പ് ആയിരിക്കാം ഉദ്ദേശിച്ചത്. അതേസമയം ബ്രോൺസൺ അവിടെ വന്നുകൊണ്ട് ആ വഴിക്ക് പോകരുത്, ഞാനും ആ ചാമ്പ്യൻഷിപ്പിന്റെ പിറകിലാണ് എന്നൊക്കെ പറഞ്ഞ് ജെയുസോയ്ക്ക് ഒരു വാണിംഗ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജെയുസോ ബ്രോൺസൺ റീഡ് ഉടനെ തന്നെ കാണാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ സെത്ത് റോളൻസ് ജിന്ദർ മഹൽ ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ച്, ഫിൻ ബാലർ ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് R-Truth ആൻഡ് ദി മിസ് ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ച്, DIY വേഴ്സസ് ഡൊമിനിക് ആൻഡ് JD മെക്ഡാനിക് ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ചും കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് ആണ് നടന്നത്. കോഡി റോഡ്സ്, ഷിൻസ്കെ നാക്കമോറ ഇവർക്ക് തമ്മിലുള്ള സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഒരു സ്പെഷ്യൽസിൽ വരേണ്ട മാച്ച് പോലെയാണ് ഈ മാച്ച് കാണിച്ചു വെച്ചിട്ടുള്ളത്. രണ്ടു പേരുടെയും പെർഫോമൻസും നന്നായിട്ടുണ്ട്. ഇനി ഇവരുടെ മാച്ചിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയതുകൊണ്ട് തന്നെ നെഞ്ചാക്കെല്ലാം എടുത്തുകൊണ്ട് വന്ന് നാക്കമോറ കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തിരുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബാരിക്കേഡിന്റെ അപ്പുറത്തേക്ക് റിംഗ് അനൗൺസറുടെ സൈഡിലേക്കെല്ലാം ഇവർ പോകും. ആ സമയം അവിടെ വെച്ചുകൊണ്ട് കോഡി റോഡ്സിനെ റെഡ് മിസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കോഡി റോഡ്സ് മാറുന്നതായിട്ടും അത് അവിടെ നിൽക്കുന്ന ഒരു വർക്കറുടെ മുഖത്തേക്ക് പോകും. മാച്ചിന്റെ അവസാനത്തിൽ നാക്കമോറയെ പിടികിരി കോഡി കട്ടറെല്ലാം ചെയ്തുവെങ്കിലും വിൻ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് റിംഗ് സൈഡിൽ വെച്ചിട്ടുള്ള ടേബിളിന്റെ മുകളിലേക്ക് നാക്കമോറയെ വലിച്ചിട്ട് അതിനുശേഷം ക്രോസ് റോഡ്സ് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആണ് വിൻ ചെയ്തത്. ഇതോടുകൂടി റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. ഇവരുടെ സ്റ്റോറിയും എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. പിന്നെ ഇന്നത്തെ റോ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഡ്രൂ മെക്കൻഡയറിന്റെ സെഗ്മെന്റ്, കോഡിയുടെ മാച്ച്, അത്തരത്തിൽ ചില കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു സൂപ്പർ റോ എപ്പിസോഡ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. അത്യാവശ്യം നല്ലൊരു ഷോ എന്നേ പറയാൻ സാധിക്കൂ. എവിടെയൊക്കെ എന്തൊക്കെയോ ഫീലിങ്സ് ഒന്നും കിട്ടിയില്ല. ഇന്നത്തെ റോ എപ്പിസോഡ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോ എന്നേ പറയുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.